ഹായ് സ്റ്റുഡൻസ്, നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് പുതിയ ചാപ്റ്ററാണ്. നമ്മൾ ഒന്നാമത്തെ ചാപ്റ്റർ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. നമ്മൾ ഇന്ന് എടുക്കാൻ പോകുന്നത് രണ്ടാമത്തെ ചാപ്റ്റർ. ഓക്കെ, രണ്ടാമത്തെ ചാപ്റ്റർ ആണ് ചാപ്റ്റർ 2 ഓഫർ ആൻഡ് ആക്സെപ്റ്റൻസ്. ഓക്കെ, നമ്മൾ പഠിച്ചിട്ടുണ്ട് എഗ്രിമെന്റ് എന്ന് വെച്ചാൽ എന്താണ്? എഗ്രിമെന്റ് ഈസ് ഈക്വൽ ടു ഓഫർ പ്ലസ് ആക്സെപ്റ്റൻസ്. പഠിച്ചാണോ അല്ലേ? ഒരു എഗ്രിമെന്റ്, ഒരു ഉടമ്പടി ഉണ്ടാകുന്ന എങ്ങനെയാണ്? ഓഫറും ആക്സെപ്റ്റൻസും കൂടി ചേരുകയാണ്. അവിടെ എന്തുണ്ടായിരിക്കും? ഒരാൾ ഒരു ഓഫർ വെക്കും, അത് മറ്റേയാൾ എന്ത് ചെയ്യും? ആക്സെപ്റ്റ് ചെയ്യും. സോ എഗ്രിമെന്റ് ഈസ് എ കോമ്പിനേഷൻ ഓഫ് ഓഫർ ആൻഡ് ആക്സെപ്റ്റൻസ്. ഓക്കെ, ഓഫറിന്റെയും ആക്സെപ്റ്റൻസിന്റെയും ഒരു സമ്മിശ്ര രൂപം, അല്ലെങ്കിൽ അത് രണ്ടും കൂടി ചേർന്നതാണ് ഉടമ്പടി എന്നറിയപ്പെടുന്നത്, എഗ്രിമെന്റ് എന്നറിയപ്പെടുന്നത്. എഗ്രിമെന്റ് ഈസ് എ പാർട്ട് ഓഫ് കോൺട്രാക്ട്. So agreement is equal to offer plus acceptance. So offer plus acceptance is an element, essential element of agreement. Okay, today we are going to discuss the chapter 2 offer and acceptance. First of all, we are going to discuss offer. Offer എന്താണെന്നുള്ളതാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓഫറുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ. ഓക്കെ, ഓഫർ എന്താണെന്ന് പറയുന്നത്? It is the act of, ഇതെന്നറിയപ്പെടുന്ന ഒരു പ്രവൃത്തിയാണ്. ആക്ട്, പ്രവൃത്തി of giving, നൽകുക, someone, ആർക്കെങ്കിലും, the opportunity, ഒരു അവസരം നൽകുക, to accept something, എന്തെങ്കിലും ഒന്നിനെ അക്സെപ്റ്റ് ചെയ്യുന്നതിനുള്ള ഒരു അവസരം നൽകുന്ന പ്രക്രിയയാണ് ഇത് ഓഫർ എന്നറിയപ്പെടുന്നത്. ഓഫർ എന്ന് പറയുന്നത് ഒരു പ്രക്രിയയാണ് നൽകുന്നതിന്റെ. ആർക്കെങ്കിലും, ഏതെങ്കിലും ഒരു വ്യക്തിക്ക് നമ്മൾ നൽകുകയാണ്. അത്തരത്തിലുള്ള ഒരു പ്രവൃത്തിയാണ് എന്താണ് നൽകുന്നത്? ഒരു അവസരം നൽകുന്നു. എന്തിനു വേണ്ടിയിട്ട്? ടു ആക്സെപ്റ്റ് സംതിങ്, എന്തെങ്കിലും ഒന്നിനെ ആക്സെപ്റ്റ് ചെയ്യാൻ, സ്വീകരിക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യുന്നു? ഒരു അവസരം നൽകുക എന്നുള്ളതാണ് ഓഫർ എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. മീനിങ് ഓഫ് ഓഫർ മീൻസ് ഇറ്റ് ഈസ് ആൻ ആക്ട്, ഇതൊരു പ്രവൃത്തിയാണ്. ഓഫ് ഗിവിംഗ് സംവൺ, ഏതെങ്കിലും ഒരു വ്യക്തിക്ക് നൽകുന്നതിന്റെ. ദ ഓപ്പർച്യൂണിറ്റി, അവസരത്തെ. ടു ആക്സെപ്റ്റ് സംതിങ്, എന്തെങ്കിലും ഒന്നിനെ ആക്സെപ്റ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള അവസരം നൽകുന്ന ഒരു പ്രക്രിയയെ പറയുന്ന പേരാണ് ഓഫർ. ഓക്കെ, ക്ലിയർ? ഓഫർ ഈസ് ആൻ ആക്ട് ഓഫ് ഗിവിംഗ് സംവൺ ദ ഓപ്പർച്യൂണിറ്റി ടു ആക്സെപ്റ്റ് സംതിങ്. ഇത്രയേ ഉള്ളൂ. ഇനി അതിലെ ഡെഫിനിഷൻ നമുക്ക് നോക്കാം. ഓക്കെ, ഇതിന്റെ ഡെഫിനിഷൻ ഉണ്ടാവുമല്ലോ. ആസ് പെർ ദി സെക്ഷൻ 2A ഇന്ത്യൻ കോൺട്രാക്ട് ആക്ട് 1872, 1872 ഇന്ത്യൻ കോൺട്രാക്ട് ആക്ട് സെക്ഷൻ 2 സബ്സെക്ഷൻ A പ്രകാരം പറയുന്നത് എന്താണെന്ന് നോക്കാം. ഓഫറിനെ കുറിച്ച്. when one person signifies to another his willingness to do, ഒരു വ്യക്തി അയാൾ എന്ത് ചെയ്യുന്നു? when one person signifies to another, മറ്റൊരാളോട് പ്രകടിപ്പിക്കുന്നു his willingness to do, എന്തെങ്കിലും ഒരു പ്രവൃത്തി ചെയ്യുവാനോ, or to abstain from doing anything, ഏതെങ്കിലും ഒരു പ്രവൃത്തി ചെയ്യുന്നതിൽ നിന്ന് മാറി നിൽക്കുവാനോ, with the due to obtain the assent, സമ്മതം നേടുന്നതിന് വേണ്ടിയിട്ട്, of that other. ഓക്കെ, ഏതെങ്കിലും ഒരു വ്യക്തിയെ, ആ ഒരു വ്യക്തി ഒരു പ്രവൃത്തി ചെയ്യുന്നതിനോ അല്ലെങ്കിൽ ചെയ്യാതിരിക്കുന്നതിനോ വേണ്ടിയിട്ട് എന്ത് ചെയ്യുക? അയാളെ പ്രേരിപ്പിക്കുന്ന ആ പ്രക്രിയയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ഓഫർ എന്ന് വിളിക്കുന്നത്. ഒരു വ്യക്തി മറ്റൊരു വ്യക്തിയോട് അയാളുടെ ഒരു പ്രവൃത്തി ചെയ്യുന്നതിനുള്ള വില്ലിങ്നെസ്, സമ്മതം അല്ലേ, അത് വാങ്ങുന്നതിന് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ ഒരു പ്രവൃത്തി ചെയ്യാതിരിക്കുന്നതിനുള്ള വില്ലിങ്നെസ് വാങ്ങുന്നതിന് വേണ്ടിയിട്ടോ എന്ത് ചെയ്യുന്നു? സമ്മതം വാങ്ങുന്നതിന് വേണ്ടിയിട്ട് ഏർപ്പെടുന്ന ആ പ്രവൃത്തിയെ വിളിക്കുന്ന പേരാണെന്ത്? ഈ പറയുന്ന ഓഫർ എന്ന് പറയുന്നത്. അപ്പൊ ശ്രദ്ധിക്കുക, ഓഫറിൽ ഒരു പ്രവൃത്തി ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് ഓഫർ വെക്കാം. നീ എന്ത് ചെയ്യണം? എനിക്ക് വേണ്ടി ഇന്ന കാര്യം ചെയ്തു തരണം, അതിന് വേണ്ടിയിട്ട്, അതൊരു ഓഫറാണ്. ഓക്കെ, ചെയ്തു തരുമോ എന്ന് ചോദിക്കാം, ഓഫറാണ്. അല്ലെങ്കിൽ ഇങ്ങനെ പറയാം, നീ എനിക്ക് ഇന്ന കാര്യം ചെയ്യാതിരിക്കുമോ എന്ന് പറയാം. അല്ലെങ്കിൽ ഒരു പ്രവൃത്തി ചെയ്യുന്നതിനെ എന്ത് ചെയ്യാം? തടസ്സപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് എന്ത് ചെയ്യാം? ശ്രമിക്കാം. അല്ലെങ്കിൽ അതിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യാം? ഓഫർ വെക്കാം. ഓക്കെ, ടു ഡു സംതിങ്, എന്തെങ്കിലും ഒരു പ്രവൃത്തി ചെയ്യുന്നതിന് വേണ്ടിയിട്ട്, ഓർ എന്താണ്? ടു അബ്സ്റ്റെയിൻ ഫ്രം, തടയുക, ഫ്രം ഡൂയിങ് എനിത്തിങ്, എന്തെങ്കിലും ഒരു പ്രവൃത്തി ചെയ്യുന്നതിൽ നിന്നും ഒരു വ്യക്തിയെ തടയുന്നതിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യാം? നമുക്ക് ഓഫർ വെക്കാം. അയാളുടെ സമ്മതം വാങ്ങുന്നതിന് വേണ്ടിയിട്ട്, ഡ്യൂ ടു ഒബ്റ്റെയിനിങ് ദി അസെന്റ് ഓഫ് ദാറ്റ് അതർ, മറ്റൊരാളുടെ സമ്മതം വാങ്ങുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ശ്രമിക്കുന്നത്. ടു സച്ച് ആക്ട്,
അത്തരത്തിലുള്ള പ്രവൃത്തിയോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള പ്രവൃത്തിയിൽ നിന്നും ഒരാളെ തടയുകയോ ചെയ്യുകയാണെങ്കിൽ അതിനെ വിളിക്കുന്ന പേരാണ് ഓഫർ. ഓക്കെ, ക്ലിയർ? ഓഫർ എന്ന് വിളിക്കുന്നത് അതാണ്. ഓക്കെ, ക്ലിയർ? ഇതാണ് ഓഫറിന്റെ മീനിങ്ങും ഡെഫിനിഷനുമായിട്ട് നമുക്ക് പറയാനുള്ളത്. ഡെഫിനിഷൻ ഒന്നും കൂടി പറയാം. when one person, ഒരു വ്യക്തി, signifies to another, മറ്റൊരാളോട് സിഗ്നിഫൈ ചെയ്യുന്നു, is willingness, അയാളുടെ സമ്മതത്തെ, to do or to do abstain from doing anything, ഒരു പ്രവൃത്തി ചെയ്യുന്നതിനോ മറ്റൊരു പ്രവൃത്തി ചെയ്യുന്നതിൽ നിന്നും തടയുന്നതിന് വേണ്ടിയിട്ട്, due to obtaining the assent, നമ്മുടെ ലക്ഷ്യം എന്താണ്? മറ്റൊരാളുടെ അസെന്റ്, സമ്മതം വാങ്ങുക എന്നുള്ളതാണ്. അസെന്റ് മീൻസ് സമ്മതം വാങ്ങുക എന്നുള്ളതാണ്. ഓഫ് ദാറ്റ് അതർ, മറ്റൊരാളുടെ. to such act or absence is said to make a proposal. ഓക്കെ, അതാണ് പറഞ്ഞിട്ടുള്ളത്. രണ്ട് കാര്യങ്ങൾ, ഓഫറിന്റെ മീനിങ്ങും ഓഫറിന്റെ ഡെഫിനിഷനുമാണ് നമുക്ക് പറഞ്ഞിട്ടുള്ളത്. നമുക്ക് അടുത്തതിലേക്ക് പോകാം. ഓക്കെ, ഇതിൽ നമുക്ക് അടുത്തായിട്ട് നോക്കാനുള്ള കാര്യങ്ങളാണ് ഇന്ന് നോക്കുന്നത്. ശ്രദ്ധിക്കുക, നമ്മൾ പഠിച്ചുകൊണ്ടിരുന്ന ഓഫറിനെ കുറിച്ചായിരുന്നു. ഓഫർ എന്താണെന്നും അതിന്റെ ഡെഫിനിഷൻ നമ്മൾ പറഞ്ഞിരുന്നു. ഇനി നമുക്ക് നോക്കാനുള്ള ചില ടേമുകളാണ്. ഒന്നാമത്തത് പ്രപ്പോസൽ ഓർ ഓഫറർ. ശ്രദ്ധിക്കുക, പ്രപ്പോസൽ ഓർ ഓഫർ. ആരാണോ പ്രപ്പോസൽ വെക്കുന്നത്, ആരാണോ പ്രപ്പോസൽ വെക്കുന്നത്, ആരാണോ ഒരു ഓഫർ വെക്കുന്നത്, അയാളെ വിളിക്കുന്ന പേരാണ് പ്രപ്പോസൽ ഓർ ഓഫറർ. ശ്രദ്ധിക്കുക, ആരാണോ ഒരു ഓഫർ വെക്കുന്നത്, ആരാണോ ഒരു പ്രപ്പോസൽ വെക്കുന്നത്, ആ വ്യക്തിയെ വിളിക്കുന്ന പേരാണ് പ്രപ്പോസൽ അല്ലെങ്കിൽ ഓഫറർ എന്ന്. ഓക്കെ, അതുപോലെ പ്രപ്പോസി ഓർ ഓഫർ എന്ന് വെച്ചാൽ ആർക്കാണോ ഓഫർ വെക്കുന്നത്, ഓക്കെ, ആർക്കാണോ ഓഫർ വെക്കുന്നത് അയാളെ വിളിക്കുന്ന പേരാണ് പ്രപ്പോസി ഓർ ഓഫർ. ഫോർ എക്സാമ്പിൾ, എ ഉണ്ട്, ബി ഉണ്ട്. എ എന്ന് പറയുന്ന വ്യക്തി തന്റെ കയ്യിലുള്ള കാറ് ബി എന്ന് പറയുന്ന വ്യക്തിക്ക് എന്ത് ചെയ്യുന്നു? വിൽക്കാൻ അയാൾ ഓഫർ ചെയ്തു. 10,000 രൂപയ്ക്ക് വിൽക്കാൻ എന്ത് ചെയ്യുന്നു? അയാൾ ഓഫർ ചെയ്തു. അത് ബി എന്ത് ചെയ്യുന്നു? ആക്സെപ്റ്റ് ചെയ്യുന്നു എന്ന് കരുതാം. അപ്പോൾ എ എന്ന് പറയുന്ന വ്യക്തി എന്താണ്? ഓഫറർ ആണ്. ഈ വ്യക്തി എന്താണ്? ഓഫറിയാണ്. ഓക്കെ, അപ്പോൾ എ എന്ന് പറയുന്ന വ്യക്തിയാണ് പ്രപ്പോസൽ ഓഫർ വെക്കുന്നത്. അയാൾ വിളിക്കുന്ന പേരാണ് ഓഫറർ അല്ലെങ്കിൽ പ്രപ്പോസൽ എന്ന്. ബി എന്ന് പറയുന്ന വ്യക്തിയാണ് ആ ഓഫറിനെ അക്സെപ്റ്റ് ചെയ്യുന്നത്, അല്ലെങ്കിൽ അയാൾക്ക് വേണ്ടിയിട്ടാണ് ആ ഓഫർ വെച്ചിട്ടുള്ളത്. അയാൾ വിളിക്കുന്ന പേരാണ് ഓഫറി എന്ന് പറയപ്പെടുന്നത്, അല്ലെങ്കിൽ പ്രപ്പോസൽ എന്നും പ്രപ്പോസി എന്നും വിളിക്കുന്നത്. ശ്രദ്ധിക്കുക, പ്രപ്പോസൽ അല്ലെങ്കിൽ ഓഫർ എന്ന് വെച്ചാൽ ഒരു ഓഫർ വെക്കുന്ന ആൾ, ഒരു വാഗ്ദാനം നൽകുന്ന ആള്. പ്രപ്പോസി അല്ലെങ്കിൽ ഓഫറി എന്ന് വെച്ചാൽ ആർക്ക് വേണ്ടിയിട്ടാണോ ആ ഓഫർ വെക്കുന്നത് ആ വ്യക്തി. ഓക്കെ, എനിക്ക് വേണ്ടിയിട്ടാണെങ്കിൽ ഞാനാണ് പ്രപ്പോസി അല്ലെങ്കിൽ ഓഫറി എന്ന് വിളിക്കുന്നത്. ഓക്കെ, ഇനി ഒരു ഓഫർ വെച്ചു, ഒരു ഓഫർ വെച്ച ഓഫറിനെ ഒരാൾ ആക്സെപ്റ്റ് ചെയ്തു. അത് ആക്സെപ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അതെന്തായി? ഓഫർ അല്ല, അതെന്തായി? പ്രോമിസ് ആയി മാറി. എന്തായി മാറി? പ്രോമിസ് ആയി മാറി. If an offer accepted by the other party, the offer or proposal അല്ലെങ്കിൽ proposal, offer അല്ലെങ്കിൽ proposal become promise. അപ്പോൾ ഇവിടെ പേര് മാറി. നേരത്തെ ഇവിടെ ഉണ്ടായിരുന്നത് ഓഫർ വെക്കുന്ന ആളുടെ പേരെന്താ? ഓഫർ അല്ലെങ്കിൽ പ്രപ്പോസൽ എന്നായിരുന്നു. ഇവിടെ പേര് മാറി, പ്രോമിസർ. ഓക്കെ, ഇനി ഓഫർ സ്വീകരിക്കുന്ന ആളുടെ പേരെന്തായി മാറി? പ്രോമിസി. ഓക്കെ, ക്ലിയർ ആയോ? അതായത് ഒരു ഓഫർ മറ്റൊരാൾ ആക്സെപ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നീട് അത് ഓഫർ എന്നുള്ള ബന്ധമല്ല വരുന്നത്, പ്രോമിസർ പ്രോമിസി തമ്മിലുള്ള ബന്ധമാണ്. അവിടെ എന്തായി മാറി? അതൊരു പ്രോമിസ് ആയി മാറി. കാരണം അയാൾ ആക്സെപ്റ്റ് ചെയ്തല്ലോ, ചെയ്തു കൊടുക്കാന്ന് പറഞ്ഞല്ലോ, വസ്തുവിനെ വാങ്ങാമെന്ന് പറഞ്ഞല്ലോ. അവിടെ എന്ത് ചെയ്ത്? ഒരു വാഗ്ദാനത്തെ ഒരാൾ സ്വീകരിച്ചിരിക്കുന്നു. അപ്പൊ അയാൾ എന്ത് ചെയ്തിരിക്കണം? അതുപോലെ ചെയ്തു കൊടുക്കണം. ദാറ്റ് മീൻസ് പ്രോമിസ് ആയിട്ട് മാറുന്നു. ഓക്കെ, ക്ലിയർ? അടുത്തത് എലമെന്റ്സ് ഓഫ് ആൻ ഓഫർ. ഒരു ഓഫറിന്റെ ഘടകങ്ങൾ, പ്രധാനപ്പെട്ട ഘടകങ്ങൾ എന്തൊക്കെയാണെന്നുള്ളതാണ്. ഫസ്റ്റ് വൺ, എക്സ്പ്രഷൻ ഓഫ് വില്ലിംഗ്നെസ്. ഓഫറിലുള്ളത് പ്രധാനമായിട്ടും എന്താണ്? ഒരു വില്ലിംഗ്നെസ് ആണ്. നമ്മളൊരു വില്ലിംഗ്നെസ്, നമ്മുടെ സമ്മതം, നമ്മുടെ ഒരു വില്ലിംഗ്നെസ് നമ്മൾ അറിയിക്കുകയാണ്. ഓക്കെ, ഒരു പ്രവൃത്തി ചെയ്യാനോ ചെയ്യാതിരിക്കാനോ ഉള്ള ഒരു വില്ലിംഗ്നെസ് എന്ത് ചെയ്യുന്നു? നമ്മൾ മറ്റൊരാളുമായിട്ട് പങ്കുവെക്കുകയാണ്, എക്സ്പ്രസ് ചെയ്യാണ്, പ്രകടിപ്പിക്കുകയാണ്. പിന്നെ ഇറ്റ് മസ്റ്റ് ബി മെയ്ഡ് ടു ആൻ അനദർ പേഴ്സൺ. ഓഫർ എന്ന് പറയുന്നത് എപ്പോഴും മറ്റൊരു പാർട്ടിക്ക് നൽകുന്ന ഒന്നാണ്. ഇവിടെ എ എന്ന് പറയുന്ന വ്യക്തി ബി എന്ന് പറയുന്ന വ്യക്തിക്കാണ് ചെയ്യുന്നത് അയാളുടെ ഓഫർ വെക്കുന്നത്. സോ ഓഫർ മസ്റ്റ് ബി മെയ്ഡ് ടു അനദർ പേഴ്സൺ.
പിന്നെ ഇന്റൻഷൻ ടു ക്രിയേറ്റ് ലീഗൽ റിലേഷൻഷിപ്പ്. ഇവിടെ ഇന്റൻഷൻ ഉദ്ദേശം എന്ന് പറയുന്നത് എന്താണ്? നിയമപരമായിട്ടുള്ള ഒരു ബന്ധം ഉണ്ടാക്കുക എന്നുള്ള ഉദ്ദേശമാണ് ഇവിടെ ഉണ്ടാവുക. ക്രിയേറ്റിംഗ് എ ലീഗൽ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ദി പാർട്ടീസ്, അതാണ് ഇവിടെ ഉദ്ദേശം. ലാസ്റ്റ് വൺ, മെയ്ഡ് വിത്ത് എ വ്യൂ ടു ഒബ്റ്റെയിൻ ദി അസെന്റ്. നമ്മൾ ഒരു ഓഫർ വെക്കുന്നത്, ശ്രദ്ധിക്കുക, എ എന്ന് പറയുന്ന വ്യക്തി ഓഫർ വെക്കുന്നത് ബി എന്ന് പറയുന്ന വ്യക്തിയുടെ അസെന്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ്. അസെന്റ് എന്ന് വെച്ചാൽ എന്താ? സമ്മതം. ബി എന്ന് പറയുന്ന വ്യക്തിയുടെ സമ്മതം കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ് എന്ത് ചെയ്യുന്നത്? അയാള് ഈ പറയുന്ന ഓഫർ വെക്കുന്നത്. അവർ ഓഫർ പ്രധാനമായിട്ടും വെക്കുന്നതിനാണ് മറ്റൊരു വ്യക്തിയുടെ സമ്മതം കാംക്ഷിച്ചുകൊണ്ടാണ്, സമ്മതം ഉദ്ദേശിച്ചുകൊണ്ടാണ്, മറ്റൊരു വ്യക്തിയുടെ സമ്മതം നേടുക എന്നുള്ള ഉദ്ദേശം വെച്ചുകൊണ്ടാണ് നമ്മൾ ഓഫർ വെക്കുന്നത്. ക്ലിയർ ആയോ? എക്സ്പ്രഷൻ ഓഫ് വില്ലിംഗ്നെസ് must be made to another person, intention to create legal relationship, made with a view to obtain assent. ഇതാണ് പറഞ്ഞത്. പിന്നെ essentials of a valid offer. ഒരു വാലിഡ് ആയിട്ടുള്ള ഓഫറിന്റെ എസെൻഷ്യൽസ്, എന്തെല്ലാം എസെൻഷ്യൽസ് ആണ് അതിനുള്ള ഏറ്റവും പ്രത്യേകതകൾ, പ്രധാനപ്പെട്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്നുള്ളതാണ്. ഫസ്റ്റ് വൺ, ലീഗൽ റിലേഷൻഷിപ്പ് ഈസ് റിക്വയർഡ്. നേരത്തെ പറഞ്ഞു, the intention of made an offer is to legal relationship between parties. ലീഗൽ റിലേഷൻഷിപ്പ് ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ്. വിത്തൗട്ട് ദി ലീഗൽ റിലേഷൻഷിപ്പ് ദ ഓഫർ ലാപ്സ് ആയി പോകും. അവിടെ എന്ത് വേണം? എന്ത് ക്രിയേറ്റ് ചെയ്തിരിക്കണം? ലീഗൽ റിലേഷൻഷിപ്പ്. രണ്ട് വ്യക്തികൾ തമ്മിൽ, രണ്ട് പാർട്ടികൾ തമ്മിൽ എന്ത് ചെയ്തിരിക്കണം? അവിടെ ലീഗൽ റിലേഷൻഷിപ്പ്, നിയമപരമായിട്ടുള്ള റിലേഷൻഷിപ്പ് ഉണ്ടാക്കിയെടുത്തിരിക്കണം. സെക്കൻഡ് വൺ, the offer must be certain, not vague. The offer must be തീർച്ചയായും certain ആയിരിക്കണം, നിശ്ചയമായിരിക്കണം, ഉറപ്പുള്ളതായിരിക്കണം, തീർച്ചയായിരിക്കണം. not vague, ഉറപ്പില്ലാത്തവയാവരുത്, സാമ്പ്രദായികമാവരുത്, വ്യക്തതയില്ലാത്തതാവരുത്. അതായത് എന്ത് ചെയ്യാം? എന്റെ കയ്യിൽ ഒരു വസ്തു ഉണ്ട്, ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഈ ചോക്ക് ഡസ്റ്റർ ഇതിന്റെ കയ്യിലുള്ള വസ്തുവാണ്, ഇത് ഞാൻ നിനക്ക് 10 രൂപക്ക് വിൽക്കാമെന്ന് ഞാൻ ഓഫർ ചെയ്യാണ്. ദാറ്റ് മീൻസ് അത് സെർട്ടൈൻ ആണ്, നിശ്ചയമാണ്. എന്റെ കയ്യിൽ ആ വസ്തു ഉണ്ട്, എനിക്ക് 10 രൂപക്ക് വിൽക്കാൻ സാധിക്കും. ദാറ്റ് മീൻസ് സെർട്ടൈൻ, നിശ്ചയമാണ്. ഫോർ എക്സാമ്പിൾ ഞാൻ പറയാണ്, എനിക്ക് 10 ലക്ഷം രൂപ ലോട്ടറി അടിച്ചാൽ 5 ലക്ഷം രൂപ ഞാൻ നിനക്ക് തരാം. അത് സെർട്ടൈൻ ആണോ? അല്ല. നിശ്ചയമാണോ? അല്ല. അത് ഒരു ഗാംബ്ലിംഗ് ആണ്, ഉറപ്പ് പറയാൻ പറ്റില്ല. മേ ബി ഓർ മേ നോട്ട്. ഓക്കെ, സോ അത് വെയ്ഗ് ആണ്, വ്യക്തത ഇല്ലാത്തതാണ്. സോ എന്ത് ചെയ്യണം? എപ്പോഴും ഓഫർ എന്തായിരിക്കണം? സെർട്ടൈൻ ആയിരിക്കണം, നിശ്ചയമുള്ളതായിരിക്കണം. പിന്നെ the offer must be communicated to the offering. Okay, the offer must be communicated to the offering. ഞാൻ ഓഫർ, എന്റെ കയ്യിൽ വസ്തു ഉണ്ട്, അത് 10 ലക്ഷം രൂപയ്ക്ക് ഞാൻ വിൽക്കാൻ ഉദ്ദേശിക്കുന്നു. അത് ഞാൻ എന്റെ മനസ്സിൽ വെച്ചുകൊണ്ടിരുന്നാൽ മതി, ആ 10 ലക്ഷം രൂപയ്ക്ക് വിൽക്കണം എന്നുള്ളത്. ഞാനത് ആർക്കാണോ വിൽക്കാൻ ഉദ്ദേശിക്കുന്നത് അവരുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം, ആശയവിനിമയം നടത്തണം. The offerer must be communicate his offer to the offering. ഓഫർ ആയ ഞാൻ എന്റെ കയ്യിലുള്ള വസ്തുവിനെ വിൽക്കാൻ ഉദ്ദേശിക്കുന്നുണ്ട് എങ്കിൽ, അല്ലെങ്കിൽ ഒരു ഓഫർ വെക്കാൻ ഉദ്ദേശിക്കുന്നുണ്ട് എങ്കിൽ, ആ ഓഫറിയോട് പറഞ്ഞിരിക്കണം. ഏറ്റവും സിമ്പിൾ ആയിട്ട് പറയാം, ഒരു കുട്ടിയോട്, ഒരു യുവതിയോട്, ഒരു യുവാവിന് ഇഷ്ടം തോന്നുന്നു. ആ ഇഷ്ടം അയാളുടെ മനസ്സിൽ വെച്ചുകൊണ്ടിരുന്ന ആ യുവതി അറിയോ? ഇല്ല. അപ്പൊ എന്ത് ചെയ്യണം? സ്വാഭാവികമായിട്ടും ആ യുവാവ് ആ യുവതിയോട് എന്ത് ചെയ്തിരിക്കണം? അയാളുടെ ഇഷ്ടത്തെ അറിയിച്ചിരിക്കണ്ടേ? അതുപോലെ തന്നെയാണ് ഇവിടെ ഒരു ഓഫർ എന്ത് ചെയ്തിരിക്കണം? അയാളുടെ കയ്യിലുള്ള ഒരു ഓഫർ, അയാളുടെ കയ്യിലുള്ള ഒരു ഓഫർ എന്ത് ചെയ്തിരിക്കണം? ഓഫറിയുമായിട്ട് എന്ത് ചെയ്തിരിക്കണം? കമ്മ്യൂണിക്കേറ്റ് ചെയ്തിരിക്കണം, അല്ലെങ്കിൽ അയാൾ അറിയില്ല. ഓക്കെ, അതാണ്. The offer must be made with a view to obtain the assent of the other. മറ്റൊരു വ്യക്തിയുടെ സമ്മതം ഉദ്ദേശിച്ചുകൊണ്ടായിരിക്കണം നമ്മൾ എന്ത് ചെയ്യേണ്ടത്? ഓഫർ വെക്കേണ്ടത്. മറ്റൊരു വ്യക്തിയുടെ സമ്മതം, obtaining the assent of the other party. The offer must be made with a view to obtain the assent of the other party. മറ്റൊരു വ്യക്തിയുടെ സമ്മതം കാംക്ഷിച്ചുകൊണ്ട്, ഉദ്ദേശിച്ചുകൊണ്ടായിരിക്കണം നമ്മൾ എന്ത് ചെയ്യേണ്ടത്? ഓഫർ വെക്കേണ്ടത്. പിന്നെ an invitation to an offer is not an offer. അതായത് പത്രത്തിൽ പരസ്യം കൊടുക്കുക, സർക്കുലേറ്റ് ചെയ്യുക, ഇൻഫർമേഷൻ സർക്കുലേറ്റ് ചെയ്യുക പേപ്പറിലൊക്കെ ആയിട്ട്, അത് ഇൻവിറ്റേഷൻ ആണ്, ഓഫറിലേക്കുള്ള ഇൻവിറ്റേഷൻ ആണ്. അത് എന്തായിട്ട് കൂട്ടാൻ പറ്റില്ല? ഓഫർ ആയിട്ട് കൂട്ടാൻ പറ്റില്ല. സർക്കുലേറ്റിംഗ് ഇൻഫർമേഷൻ ത്രൂ സെവറൽ കൈൻഡ്സ് ഓഫ് മീഡിയ, ദാറ്റ്സ് നോട്ട് ആൻ ഓഫർ. ആൻ ഇൻവിറ്റേഷൻ ടു ആൻ ഓഫർ ഈസ് നോട്ട് ആൻ ഓഫർ.
പിന്നെ ഓഫർ മസ്റ്റ് ബി കണ്ടീഷണൽ. കണ്ടീഷണൽ മനസ്സിലായില്ലേ? ചില നിബന്ധനകൾക്ക് ചില കാര്യങ്ങൾക്ക് അടിസ്ഥാനമായിട്ടുള്ളതായിരിക്കണം. ഓഫർ മസ്റ്റ് ബി കണ്ടീഷണൽ. ഓഫർ മസ്റ്റ് ബി അണ്ടർ ദി ടേംസ് ആൻഡ് കണ്ടീഷൻ. ചില നിബന്ധനകൾക്കും വ്യവസ്ഥകൾക്കും അടിസ്ഥാനമായിട്ടുള്ളതായിരിക്കണം ഇത് ഓഫർ എന്ന് പറയുന്നത്. അതായത് കൃത്യമായിട്ടുള്ള മെച്യൂരിറ്റി പീരീഡ് ഉണ്ടായിരിക്കണം, കൃത്യമായിട്ടുള്ള അതിനുള്ള എന്താ എക്സ്പയറി ഡേറ്റ്, അത് കഴിഞ്ഞാൽ ആർക്കും ഓഫറിലേക്ക് കടന്നുവരാൻ പറ്റില്ല, ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല, അല്ലെങ്കിൽ ഇന്ന ആളുകൾക്കേ പറ്റുള്ളൂ, ഇന്ന ആളുകൾക്ക് പറ്റില്ല, അങ്ങനെ. ഓഫർ മേ ബി എക്സ്പ്രസ്ഡ് ഓർ ഇംപ്ലൈഡ്. ഓഫർ ഒരു പക്ഷേ എന്ത് ചെയ്യാം, പ്രകടിപ്പിക്കുന്നതായിരിക്കാം. എങ്ങനെ? ഓറൽ ഓർ റിട്ടൺ, വാക്കാലെയോ ലിഖിത രൂപത്തിലോ എന്ത് ചെയ്യാം, പ്രകടിപ്പിക്കുന്ന രൂപത്തിലായിരിക്കാം ഓഫർ വെക്കുന്നത്. വാക്കാലെ പറയാലോ, അല്ലെങ്കിൽ എഴുതി കൊടുക്കാം. ഇനി അതല്ല ഇംപ്ലൈഡ് ആയിരിക്കാം, ചെയ്ത് കാണിക്കാം, ഇങ്ങനെയും പറ്റും. അപ്പോൾ ഇത്രയുമാണ് എസെൻഷ്യൽസ് ഓഫ് എ വാലിഡ് ഓഫർ. നമ്മൾ ഇപ്പോൾ നോക്കിയത് പ്രപ്പോസൽ, പ്രപ്പോസി, അതുപോലെ തന്നെ ഓഫർ, ഓഫറി, പ്രോമിസ്, അതുപോലെ എലമെന്റ്സ് ഓഫ് ആൻ ഓഫർ, എസെൻഷ്യൽസ് ഓഫ് എ വാലിഡ് ഓഫർ. ഈ കാര്യങ്ങളൊക്കെ നല്ലവണ്ണം നോക്കുക. ഇതാണ് ഓഫറുമായി ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങൾ. ഇനി കുറച്ചും കൂടി നമുക്ക് അടുത്ത ഇതിൽ ഡിസ്കസ് ചെയ്യാം. ഓക്കെ, താങ്ക് യു.